जय राधा माधव जय कुंज विहारी। जय राधा माधव जय कुंज विहारी। जय गोपी जन वल्लभा जय गिरिवरधारी। जय गोपी जन वल्लभा जय गिरिवरधारी। यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरावनचारी। जय कुंज विहारी। जय राधा माधव जय कुंज विहारी। जय राधा माधवा जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा। ഹരേ കൃഷ്ണ. ശ്രീ അനന്തപത്മനാഭ ഗ്രൂപ്പിലേക്ക് രാമഭദ്രപ്രഭുവിനെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവാർപ്പണ. ഹരേ കൃഷ്ണ, തുടങ്ങാം. ഹരേ കൃഷ്ണ പ്രഭു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് എപ്പോഴും ക്ലാസ് കിട്ടുന്നത്. അതിൻ്റെ ഒരു ചെറിയ വൈക്ലഭ്യമുണ്ട്. സന്തോഷം. നിങ്ങളെല്ലാം പ്രാർത്ഥനയുണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ കാരുണ്യമുണ്ടെങ്കിൽ, വൈഷ്ണവകൃപ ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്നാണ്. അപ്പോൾ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് നമുക്ക് ഗുരുപരമ്പരകളെ സ്മരിക്കാം. ഗുരുപരമ്പരകൾക്ക് എൻ്റെ ദണ്ഡവത് പ്രണാമം. ഈ ഒരു അവസരം തന്ന ആദികർത്ത പ്രഭുവിന് എൻ്റെ ദണ്ഡവത് പ്രണാമം. ശീലപ്രഭുപാദിനെ ഓർക്കുന്നു, ദണ്ഡവത് പ്രണാമം. എൻ്റെ ശിഷ്യാഗുരുക്കളെ ഓർക്കുന്നു, ദണ്ഡവത് പ്രണാമം. എൻ്റെ ഗുരുമരാജനെ ഓർക്കുന്നു, ദണ്ഡവത് പ്രണാമം. അവരവരുടെ ഗുരുമരാജനെ ഓർക്കുക, ദണ്ഡവത് പ്രണാമം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദകമലങ്ങളിൽ എൻ്റെ ദണ്ഡവത് പ്രണാമം അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി തുടങ്ങാം മംഗളാചരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം അംഗം ലംഘായതേ ഗിരിം. യത്കൃപാദമഹം വന്ദേ ശ്രീഗുരുൻ ദീനതാരിണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വീണ്ടും ഒരു സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമജപത്തെ കുറിച്ചായിരുന്നു. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. കുറച്ചുകൂടെ പറയാനുണ്ടെന്ന് അതുകൂടെ പറഞ്ഞേക്കാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ശരി പറയാവുന്നത്. അപ്പൊ ഇന്നലെ ഒരു മാതാജി എന്നോട് സംശയം ചോദിച്ചായിരുന്നു വിനയത്തിന്റെ കാര്യത്തില്. വിനയം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഓർമ്മ വന്നില്ല. ആ മാതാജി ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഇന്നലെ സംശയം ചോദിച്ച മാതാജി ഉണ്ടോ? വിനയത്തെ കുറിച്ച് ചോദിച്ച് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്. ഓക്കെ, മാതാജി ഇല്ലല്ലേ? ഓൾറൈറ്റ്, മാതാജി വന്നിട്ടില്ല തോന്നുന്നു. ഓക്കെ, സാരമില്ല. അപ്പൊ ഇന്നലെ മാതാജി ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നമ്മള് 5 പോയിന്റാണ് ഇന്നലെ പഠിച്ചത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. വെറുതെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. നമ്മൾ 5 പോയിന്റാണ് പഠിച്ചത്.
ഒന്ന് ശ്രദ്ധ, മറ്റൊന്ന് വിനയം, മറ്റൊന്ന് ഗുരുപരമ്പരകളുടെ ഒരു അനുഗ്രഹം, മറ്റൊന്ന് സീരിയസ്നെസ് ഉണ്ടായിരിക്കണം, സന്തോഷം ഉണ്ടായിരിക്കണം. ഈ 5 പോയിന്റാ പറഞ്ഞ്. അതിൽ സംശയം ചോദിച്ചതായിരുന്നു എന്താണ് വിനയത്തെ കുറിച്ച് ഇച്ചിരി പറയാനാണ്. അപ്പോ നമ്മള് പറഞ്ഞത് എന്താണ്, 5 തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. ഈ 5 തരത്തിൽ വേണമെങ്കിൽ ഭഗവാനെ നമുക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ശാന്തഭാവം, വാത്സല്യഭാവം, പിന്നെ സഖ്യഭാവം, ദാസ്യഭാവം, മാധുര്യഭാവം, ഈ 5 ഭാവമുണ്ട്. അതിലെ സഖ്യഭാവത്തിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ ഓരോന്നിലും ഈ 5 ഭാവത്തിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാവമാണ് ദാസ്യഭാവം. ആ ദാസ്യഭാവം എല്ലാത്തിലും ഉണ്ട്. അപ്പോ ദാസ്യഭാവം അടങ്ങിയ ശാന്തഭാവം, ദാസ്യഭാവം അടങ്ങിയ വാത്സല്യഭാവം, അങ്ങനെ വേണം നമ്മൾ ഓരോന്നിനും കൺസിഡർ ചെയ്യാൻ. അല്ലാതെ ശാന്തമെന്നോ സഖ്യമെന്നോ വാത്സല്യമെന്നോ സെപ്പറേറ്റ് അല്ല. എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ആ ഒരു ദാസ്യഭാവമാണ്. നമുക്ക് ആ ദാസ്യം, കാരണം നമ്മളൊക്കെയും ഓരോരുത്തരുടെയും പേരിന്റെ ഇനിഷ്യേറ്റീവ് കഴിഞ്ഞിട്ടുള്ള പേരിനെ ശ്രദ്ധിച്ചറിയാം. ഇന്നാള് ഇന്ന പേര് കഴിഞ്ഞിട്ട് ഒരു ദാസനെന്നോ ഒരു ദാസി എന്നോ ആയിരിക്കും. അതാണ് നമ്മുടെ ആ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ദാസ്യഭാവമാണ്. അപ്പോ ഈ ദാസ്യഭാവമാണ് നമ്മളെ വാസ്തവത്തിൽ നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സംഭവം. ഇത് വിട്ടുപോയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഗോപികമാർക്ക് മാധുര്യഭാവമാണ്. അവർ പോയ ഒരു സന്ദർഭമുണ്ട്. നമുക്കറിയാം ഗോപീഗീതത്തിന്റെ സർക്കംസ്റ്റാൻസസ്, അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഗോപികൾക്കൊരു തോന്നൽ വന്നു, രാസലീല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപികൾക്കൊരു അവരുടേതായ ഒരു അകത്തുനിന്നൊരു അഹങ്കാരം വന്നു. എന്താണ്? യെസ്, ഭഗവാൻ എന്റെ കൂടെയാണ്, ഭഗവാൻ എന്നോടൊപ്പമാണ് ഡാൻസ് ചെയ്യുന്നത്, എന്നോടൊപ്പമാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ അത്രയും പേർക്ക് വേണ്ടി ഭഗവാൻ അത്രയും നമ്പേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഓരോരുത്തർക്കും തോന്നി ഭഗവാൻ എന്റെ കൂടെയാണ്, ഭഗവാൻ എന്റെ കൂടെയാണ്, ഭഗവാൻ എന്റെ. ശരിയാണ്, കറക്റ്റാണത്. പക്ഷെ അവർക്ക് അഭിമാനം തോന്നിയപ്പോ എന്ത് പറ്റി? അവരുടെ ഉള്ളിലെ ദാസ്യഭാവം നഷ്ടമായി. അങ്ങനായപ്പോ ഭഗവാൻ അവരെ വിട്ടുപോകും. അപ്പൊ എപ്പോഴാണോ ഏത് ഭാവത്തിലെടുക്കുന്ന എത്ര സുപ്പീരിയർ ആയിട്ടുള്ള ഗോപികമാരുടെ അത്രയും ഭക്തി വേറെ ആർക്കില്ല. അപ്പൊ അത്ര ഗോപികമാരെ പോലും ഉപേക്ഷിച്ചു പോകാൻ ഭഗവാൻ തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ രാധാറാണിക്ക് മാത്രമായിരുന്നു ഭാവമില്ലാതെ. ഇപ്പൊ രാധാറാണി കൊണ്ടാണ് പോയത്. ഇടയ്ക്ക് വന്നപ്പോ രാധാറാണിക്കും തോന്നി, യെസ്, ഇവർക്ക് ആർക്കും ഇല്ലാത്ത ക്വാളിറ്റി എന്തോ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ കൊണ്ട് വന്നത്. അപ്പൊ അങ്ങനെ തോന്നിയ സമയത്ത് രാധാറാണി ഒരു മരത്തിന്റെ മണ്ടേ വെച്ചിട്ട് പറഞ്ഞു, എന്നാ നീ വിട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ആർക്കാണോ ദാസ്യഭാവം അത് വിട്ടുപോകുന്നത് അവരുടെ ഉടനെ തന്നെ ഭഗവാൻ അവരെ വിട്ടുപോകും. അപ്പോ നമുക്ക് ഒരിക്കലും ദാസ്യഭാവം വിട്ടുപോകും. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നില്ല, മറന്നുപോയി. രണ്ടാമത്തെ എക്സാമ്പിൾ, അർജുനനും ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അർജുനൻ വളരെ സഖ്യഭാവമാണ്, എപ്പോഴും വളരെ ഫ്രീഡം ആണ് എല്ലാ കാര്യത്തിലും. പക്ഷേ അർജുനനും ഈ ദാസ്യഭാവം ഇടയ്ക്കൊന്ന് മറന്നു പോയിട്ടുണ്ട്. ഉദാഹരണം സന്താന ഗോപാലത്തിന്റെ കഥ ഞാൻ ഇവിടെ വർണ്ണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആ ബ്രാഹ്മണൻ വന്ന് ദ്വാരകയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, ഇന്ന പോലാണ് എന്റെ കുട്ടികളെല്ലാം മരിക്കുന്നു, എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പം അത് ഭഗവാനോടാണ് പറയുന്നത്. ആ ഭഗവാനോട് പറഞ്ഞ അപേക്ഷ അത് ഭഗവാൻ അതിന്റെ ഒരു രീതിയിൽ കൈക്കൊള്ളും. പക്ഷെ ഭഗവാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഉടനെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ആര് കൈകാര്യം ചെയ്യണം? അർജുനൻ കൈകാര്യം ചെയ്യണം. എന്നിട്ടാണ് പിന്നെ വേണ്ടാത്ത എല്ലാ വീരവാദങ്ങളും മുഴക്കി അവസാനം പറഞ്ഞ് നിന്റെ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനിതാ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊന്നും ഭഗവാനോട് ചോദിച്ചിട്ടല്ല ചെയ്തത്. അപ്പൊ എന്ത് പറ്റി? അതിന്റെ കോൺസിക്വൻസസ് മുഴുവനും അർജുനൻ അനുഭവിക്കേണ്ടി വന്നു. അവസാനം ഭഗവാൻ വന്ന് രക്ഷിക്കുകയും ചെയ്തു. ഇപ്പൊ ഏത് ഭാവമാണെങ്കിലും 5 ഭാവങ്ങളിൽ ഏത് ഭാവമായാലും ബേസിക് ഭാവം എന്ന് പറയുന്നത് ദാസ്യഭാവമാണ്. അത് ഇന്നലെ പറയാന് കഴിഞ്ഞില്ല, സോറി, അത് ആഡ് ചെയ്യുന്നുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സെയിം നാമജപത്തിന്റെ തന്നെ ബാക്കിയാണ്. അതായത് ഇത് ശിഷ്ടാഷ്ടകത്തിൽ നാമജപത്തെ കുറിച്ച് നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു 4 വരി പദ്യം നമുക്ക് എടുത്തിട്ട് അതിലെന്താ പറയുന്നത് ചർച്ച ചെയ്യാം. നമുക്ക് അരമണിക്കൂർ എനിക്ക് തന്നിരിക്കുന്ന. എത്ര മിനിറ്റ് ഉണ്ട് പ്രഭു ഇനിയും? 7 മണി വരെ ഉണ്ട് പ്രഭു സമയം. 7 മണി വരെ ഉണ്ട്. ശരി. അപ്പോ എല്ലാവർക്കും അറിയാം, എല്ലാവരും ദിവസം പാടുന്നതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരേ ഒരു കൃതിയേ ഉള്ളൂ, ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്ടാഷ്ടകം. 4 വരി പാടാം. എന്നിട്ട് അതിന്റെ അർത്ഥം പറയുമ്പോൾ അതിനകത്തിൽ അവസാനം പറയുന്നതാണ് പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. പദ്യം ഇങ്ങനെയാണ്, ഞാൻ പാടുകയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചേതോദർപ്പണമാർജനം ഭവമഹാദേവാഗ്നി നിർവഹാപണം ശ്രേയക്കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുദിവർത്തനം പ്രതിപദം പൂർണാമൃതസ്വാദനം സർവാത്മസ്നാപനം പരം വിജയതേ
ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ വരിയുടെ അവസാനം ഇതാ പറയുന്നത്, പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ ചോദ്യം അത് തന്നെയാണ്, എന്തുകൊണ്ടാണ് പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം? ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്ന് പറയുന്നത് പരം വിജയമാണെന്ന് പറയാൻ കാര്യങ്ങൾ എന്താണ് എന്നതാണ് അതിന് മുകളിലുള്ള 3 വരികൾ. അപ്പൊ 3 വരികളുടെ കാര്യം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്തുകൊണ്ടാണ് പരം വിജയതേ? പരം എന്ന വാക്കിന് അർത്ഥം നമുക്കറിയാം, ഇതിനപ്പുറം ഒന്നുമില്ല, അതാണ് പരം. ഇതിന് അപ്പുറമില്ല, അതേസമയം ഏറ്റവും ടോപ്പ് എന്നർത്ഥം. പരം വിജയത, ഈ വിജയത്തിനപ്പുറം മറ്റൊരു വിജയവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോ എല്ലാ വിജയങ്ങളും നമുക്കറിയാം, ഭയങ്കരമായിട്ടുള്ള വിജയങ്ങൾ ധാരാളം ചിലർ നേടും. ഒരുപാട് ഡിഗ്രി സമ്പാദിക്കും, വലിയ വലിയ ജോലി സമ്പാദിക്കും, ഇല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പ്രശസ്തി നേടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ ഇതൊന്നും നമ്മളെ മരണസമയത്ത് ഉപകരിക്കപ്പെടത്തില്ല. മരണസമയത്ത് എന്ത് തന്നെ വേണം? ഭഗവാന്റെ ഓർമ്മ തന്നെ വേണം. അതില്ലാതെ എന്തുമാത്രം കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യാതൊരുവിധ പ്രയോജനവുമില്ല. അപ്പം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എന്താണ്? ശ്രീകൃഷ്ണ സങ്കീർത്തനമാണ്. ആ ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്തുകൊണ്ടാണ് പരം വിജയം എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. 7 പോയിന്റ്സ് ആണ് പറയുന്നത്. വാസ്തവത്തിൽ 8 പോയിന്റ് ആണ്. അതിലെ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അത് ചോദ്യമായിട്ട് ഞാൻ എടുത്തുകൊണ്ട് ബാക്കിയുള്ള 7 പോയിന്റ്സ് എടുത്ത് പലരും വിവരിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയാം. കാരണം ഞാനൊരു ആദ്യ കക്ഷിയല്ല ഇത് എടുക്കുന്നത്. ഇപ്പൊ വളരെ വളരെ പ്രശസ്തമായതുകൊണ്ട് എല്ലാവരും ഇതിനെ ഒന്ന് കൈവെക്കാറുണ്ട്. അതുകൊണ്ട് ഞാനും ഒന്ന് കൈവെക്കാണ്, അഹങ്കാരത്തിന് മാപ്പ്. അപ്പോ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ചേതോ ദർപ്പണ മാർജനം. ബോറാണെന്നും എനിക്കറിയാം, കാരണം എടുത്ത പോയിന്റ് വീണ്ടും വീണ്ടും പറയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഭഗവാന്റെ കഥകൾക്ക് അത്രയൊരു ബ്യൂട്ടി ഉണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. ഒരു സൗന്ദര്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പ്രാവശ്യം ഭഗവാന്റെ ലീലകൾ അതേപോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാലും അതിന് സമുദ്രത്തിലെ തിരമാലകൾ പോലെ അതിന് വേറൊരു ഭംഗിയായിരിക്കും, വേറിട്ടൊരു കളറായിരിക്കും, വേറിട്ടൊരു രൂപമായിരിക്കും അതിന് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ വേറിട്ട രീതിയിലേക്ക് നോക്കാം. ചേതോ ദർപ്പണ മാർജനം. ഇവിടെ ചേത ദർപ്പണ മാർജനം ഇത് കേട്ടിട്ടുള്ളതായിരിക്കും. ഹൃദയമാകുന്ന ദർപ്പണത്തെ ഇത് ക്ലീൻ ചെയ്യുന്നു എന്നാണ് ഏത് സങ്കീർത്തനം. അപ്പൊ ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ക്ലീൻ ആകും, പരിശുദ്ധമാകും. ഇതാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ ഇല്ലാതാകും. ഈ അനർത്ഥങ്ങളെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് മായ എന്നുള്ള വേറൊരു രീതി പറഞ്ഞത്. നമ്മളെ ഭഗവാന്റെ ആ ഒരു വഴിയിലേക്ക് നമ്മളെ തടസ്സപ്പെടുത്തുന്ന സാധനമാണ് അനർത്ഥങ്ങൾ. അനർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യം. ഈ 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ വഴിയിലേക്ക് പോകാനൊക്കെ. അഥവാ മായയാണ് നമ്മളെ ഈ വഴിയിൽ നിന്ന് തടസ്സപ്പെടുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ 5 പോയിന്റ് വീണ്ടും പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മായയിൽ നിന്ന് രക്ഷപ്പെട്ടാനുള്ള ഗുണങ്ങൾ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, മായയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയുത സേവനത്തിലേക്ക് വരാം. ഭക്തിയുത സേവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മരണസമയത്ത് ഭഗവാനെ ഓർക്കാം. 2ാമത്തെ പോയിന്റ്, അങ്ങനെ മരണസമയത്ത് ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ധാമത്തിലെത്താം. 3ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ധാമത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണ്ട. പിന്നീട് തിരിച്ചു വരണ്ട എങ്കിൽ നമുക്ക് വീണ്ടും പുനർജന്മമില്ല. 84 ലക്ഷം ജന്മങ്ങൾ പിന്നീട് അലയേണ്ട ആവശ്യമില്ല. ഈ 5 പോയിന്റ് നമ്മൾ പഠിച്ചാണ്. വളരെ സ്പീഡിലാണ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഓക്കെ. അപ്പോ നമ്മുടെ ഹൃദയത്തിലെ ഈ അനർത്ഥങ്ങൾ മാറ്റുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയുത സേവനം എന്ന് പറയുന്ന ആ ഒരു വഴിയിലേക്ക് എത്താനാണ്. അപ്പൊ ഈ ഭക്തിയുത സേവനം എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഇത്ര പ്രത്യേകത കൊടുക്കുന്നതെന്ന് തോന്നുക? ഇതൊരു ഒരു വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. അതായത് നമുക്കത് എപ്പോൾ തുടങ്ങി, അതിന്റെ ലെവൽ എങ്ങനെയാണ്, അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അതിന്റെ എൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ചങ്ങല പോലെയാണ്. ഒരിടത്തുനിന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മേലോട്ട് ഒരു വാണക്കുറ്റി പോകുന്ന പോലെ പോകേണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അതിനൊരു എൻഡില്ല. അപ്പൊ അത് ഏത് ലെവലിലുള്ള ആൾക്കാരായാലും, ഭക്തിയെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്ന ആളായാലും, 2ാമത് സ്റ്റെപ്പ് കയറിയവരായാലും, 3ാമത്തെ സ്റ്റെപ്പ് കയറിയവരെ, എത്ര സ്റ്റെപ്പ് മേലോട്ട് കയറിയാലും അവർക്കൊക്കെയും ഭക്തിയുത സേവനം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗുരുവായൂരിന് പോവുകയാണ്. ഗുരുവായൂർ പോവുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച അല്ലെ അടുത്ത ഞായറാഴ്ച, പിള്ളേർക്കൊക്കെ അവധിയാണല്ലോ, നമുക്ക് ഞായറാഴ്ച ഗുരുവായൂർ പോകാം. ഈ ഒരു പ്ലാൻ ഇട്ട സമയം മുതൽ വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് ഗുരുവായൂരിലാണ്. അവിടെ എങ്ങനെ പോകണം, ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ പോകണം, ട്രെയിനിന് പോകണോ, കാറിന് പോകണോ, അങ്ങനെ പോകണോ, ഇങ്ങനെ പോകണോ, ആ ഒരു പ്രോസസ്സ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഏതെങ്കിലും ഫിക്സ് ചെയ്ത് ട്രെയിൻ ആന്നിരിക്കട്ടെ, ആ ട്രെയിൻ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ട്രെയിനിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ്.
അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ്. കാരണം എന്താണ്, അതിനകത്തിരുന്നു, അവിടെ അവസാനം ചെന്നു. രാത്രി ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഒരു 1 മണി 2 മണിക്കാണ് ട്രെയിൻ അവിടെ ചെല്ലുന്നത്. ആ ട്രെയിനിൽ അവിടെ ഇറങ്ങി അവിടെ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ കാല് വെക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തിലെത്തുകയാണ്. നമ്മുടെ ചിന്താഗതികൾ മാറുകയാണ്. എല്ലാവർക്കും ആ ഫീലിങ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭക്തന്മാർക്ക് അത് ഉണ്ടാവും. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ഞാൻ ഗുരുവായൂരപ്പന്റെ നടയിലെത്തി എന്ന് തോന്നും. വാസ്തവത്തിൽ നമ്മൾ സ്റ്റേഷനിൽ എത്തിയതേ ഉള്ളൂ. സ്റ്റേഷനിൽ നമ്മൾ പിന്നെ ഓട്ടോ പിടിച്ചോ നടന്നോ നമ്മൾ വീണ്ടും നമ്മുടെ ഹോട്ടലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് വീണ്ടും ക്യൂവിലെത്താനുള്ള പാടാണ്. ആ പെടാപ്പാട് വരുമ്പോഴും നമുക്ക് തോന്നും ഗുരുവായൂരപ്പന്റെ അടുത്തെത്തി. പക്ഷെ നമ്മൾ ഗുരുവായൂർ നടയിൽ എത്തിയിട്ട് പോലുമില്ല, നമ്മൾ ആ ക്യൂ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ ക്യൂ കഴിഞ്ഞ് നമ്മൾ തള്ളി മേലോട്ട് ചെന്ന് ആ നടയിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അവിടെ വീണ്ടും ഹോൾട്ട് ഉണ്ടെന്ന്. വീണ്ടും അവിടെ നിൽക്കുകയാണ്. അപ്പോഴും നമുക്ക് തോന്നും ഗുരുവായൂരപ്പന്റെ അടുത്ത് നിന്ന്. വീണ്ടും എത്രയോ സമയം കഴിഞ്ഞായിരിക്കും നമ്മൾ ഗുരുവായൂർ ഭഗവാനെ ദർശനം കിട്ടുന്ന ആ ഒരു സെക്കൻഡ് സമയത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്. ആ സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ കണ്ണടക്കുകയും തള്ളി മാറ്റി എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഭഗവാന്റെ ദർശനം കഴിയും. അത് കഴിയുമ്പോഴും എന്താണ്, നമ്മൾ ഭഗവാനെ കണ്ടതിന്റെ ഒരു സംതൃപ്തി, അതിന്റെ ഒരു അനുഭൂതി. നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് ഭക്തന്മാരുമായിട്ട് സംസാരിച്ചു, പ്രസാദം കഴിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നാലും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഗുരുവായൂരായിരുന്നു. അപ്പൊ എപ്പോൾ തുടങ്ങിയ ഗുരുവായൂർ ദർശനമാണ്. ഇതുപോലെ തന്നെയാണ് ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്തിയുത സേവനം ഏതാണ്ടൊക്കെ ചെയ്തെന്ന്. വാസ്തവത്തിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു ഭക്തിയുത സേവനമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തിയുത സേവനമാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പുസ്തകങ്ങൾ വായിക്കും, ഭക്തിയുത സേവനം, വീണ്ടും നാമം ജപിക്കും, ഭക്തിയുത സേവനം. പിന്നീട് എന്തൊക്കെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെയും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഭക്തിയുത സേവനത്തിലേക്ക് പോകും. ഇപ്പൊ ഇതിനകത്ത് ഇനിഷ്യേറ്റ് എടുത്തുള്ള കാണും, എടുക്കാത്തവർ കാണും. എടുക്കാത്തവർ വിചാരിക്കും എങ്ങനെയും എനിക്ക് ഇനിഷ്യേഷൻ കിട്ടിയാൽ മതിയെന്ന്. എടുത്തിട്ടുള്ള വിചാരിക്കും എനിക്ക് അടുത്ത ഇനിഷ്യേഷൻ വേണം, അതിന്റെ സ്റ്റെപ്പിലേക്ക് പോകും. അപ്പൊ എപ്പോഴാണ് ഭക്തിയുത സേവനം കുറഞ്ഞത് അഥവാ കൂടിയത്? അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഭക്തിയുത സേവനം എവിടെ വെച്ച് കുറഞ്ഞു കൂടി നിന്നും. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും കുറേശ്ശെ അനർത്ഥങ്ങളുണ്ട്, അത് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ അനർത്ഥങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതായത് ഒരു അടഞ്ഞു കിടക്കുന്ന മുറി, അവിടെ കുറെ നാളായിട്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. ആരും അതിനകത്ത് താമസമൊന്നുമില്ല, തുറക്കത്തൊന്നുമില്ല. ഒരു പ്രത്യേക ഒരു മുറിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഔട്ട്ലെറ്റ് പോലെ ഏതോ ഒരു സാധനമായിരുന്നു. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് തോന്നി അത് തുറന്നൊന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചൂലും ബാക്കിയുള്ള ബ്രഷും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ പരിപാടി തുടങ്ങുമ്പം അതിനകത്തെ പൊടി അഴുക്കും കൂടുവോ കുറയുവോ? ഉത്തരം താമസിക്കില്ല. ആരെങ്കിലും പറ. പൊടി അഴുക്കും കൂടുവോ? കുറയും. നമ്മൾ ചൂലെടുത്ത് ആദ്യം തല്ലാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യം അടിക്കുമ്പോ എന്താണ്, പൊടികളെല്ലാം പൊങ്ങുകയല്ലേ ചെയ്യുന്നത്? ശരിയല്ലേ? കൂടുന്നില്ല, ക്വാണ്ടിറ്റി കൂടുന്നില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും കൂടിയെന്ന്. പൊടി അവിടെ തന്നെ ഇരുന്നാണ്, നമ്മളൊന്ന് തല്ലിയുണ്ട് ആ പൊടി പടലങ്ങൾ കൂടും. ഇത് തന്നെയാണ് നമ്മൾ ഭക്തിയുത സേവനത്തിന്റെ ആദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അനർത്ഥങ്ങൾ. അപ്പോ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, നമ്മൾ അതിനെ തല്ലി തുടച്ച് ക്ലീൻ ആക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ആ ഒരു സംഭവം, ദർപ്പണം നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും, പൊടിപടലങ്ങൾ കൂടിയതായിട്ട് തോന്നും. വാസ്തവത്തിൽ കൂടിയില്ല, കുറഞ്ഞില്ല. അത് അതുപോലെ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. പക്ഷെ നമ്മൾ നടത്തുന്ന പ്രോസസ്സ് എന്താണ്, ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് തോന്നും, നമുക്ക് കൂടുതൽ പൊടിയായിട്ട് തോന്നും, അനർത്ഥങ്ങൾ കൂടിയും തോന്നും. പലരും പറയാറുണ്ട്, ഈ മാല അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങുന്നതിന് വരെ ഈ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. മാല ജപം അങ്ങോട്ട് തുടങ്ങി അടിയായി, ഇവിടെ ബഹളമായി, പ്രശ്നമായി, എല്ലാവർക്കും ദേഷ്യം, ഭയങ്കര ദേഷ്യം. കാരണം എന്താണ്, അന്ന് വരെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ അനർത്ഥങ്ങളും പതുക്കെ അവൻ തലപൊക്കി വെളിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെ ഉണ്ടാകും. ഇത് കണ്ട് ആരും ഭയക്കണ്ട, അത് അതിന്റെ തുടക്കം മാത്രമാണ്. നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ക്ലീനിങ് പ്രോസസ് തുടങ്ങുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമസങ്കീർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുക. ആ ചൂല് കൊണ്ട് നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കുക. പൊടിപടലങ്ങൾ പതുക്കെ വെളിയിലേക്ക് പോവുകയും, അല്ലെങ്കിൽ കുറേശ്ശെ അത് ക്ലീനായി വരും. അങ്ങനെ അനർത്ഥങ്ങൾ കുറഞ്ഞു വരുമ്പോൾ പിന്നെ കിട്ടുന്ന എന്താണ്, അർത്ഥങ്ങളാണ്. അപ്പൊ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുബിൾ ആണ്, അനർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വാല്യൂലെസ് ആണ്. അപ്പോ അർത്ഥങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, അനർത്ഥങ്ങളെ നമുക്ക് വെളിയിൽ കളയണം. അപ്പൊ ആ അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അർത്ഥങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ട്. നമുക്കറിയാം, വളരെ വില കൂടിയ ഫർണിച്ചറും ബാക്കിയുള്ള വസ്തുക്കളും അലമാരിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതെന്താ, പൊടി മൂടിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അനർത്ഥങ്ങൾ അവിടുന്ന് പൊടിപടലങ്ങൾ തട്ടിക്കളയുമ്പോൾ അതെല്ലാം വളരെ അർത്ഥങ്ങളായി മാറും.
ഇതുപോലെ തന്നെയാണ് ഹൃദയത്തിലെ പ്രോസസ്സ്. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനം വളരെ പവിത്രമാണ്. ആ പവിത്രമായ ആത്മാവിനെ ബാക്കിയുള്ള അനർത്ഥങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്, അഥവാ മായ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതിനെ ഹരിനാമമാകുന്ന ബ്രഷ് കൊണ്ട് നമ്മൾ അടിച്ചു കളയുമ്പോൾ ഈ പിന്നെ കിട്ടുന്ന എന്താണ്? പവിത്രമായ മനസ്സാണ്, ഹൃദയമാണ്, ആത്മാവാണ്. അതുകൊണ്ടാണ് ചേതോ ദർപ്പണ മാർജനം. ഈ മിററിനെ, ഈ ഒരു കണ്ണാടിയെ നമ്മൾ എപ്രകാരമാണോ പൊടി തുടച്ച് മാറ്റുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകും എന്നതാണ് ആദ്യത്തെ പ്രോസസ്. ചേതോ ദർപ്പണ മാർജനം. എപ്രകാരമാണോ ഹൃദയമാകുന്ന പൊടി അല്ലെങ്കിൽ ആത്മാവാകുന്ന കണ്ണാടിയെ പൊടിപടലങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നത്, അതുപോലെ ഹരിനാമം വന്നിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് തുടച്ച് മാറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഭവമഹാദവാഗ്നി നിർവാപണം. ഭവമഹാദവാഗ്നി നിർവാപണം. ഭവ എന്ന് ഉദ്ദേശിക്കുക പലപ്പോഴും നമ്മൾ ഈ കേട്ടിട്ടുണ്ട്, ഭവസാഗരം, ഭവാംബുധി. എന്താണ് ഈ ഭവം? ഭവ എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും, അഥവാ റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത്. നമ്മൾ വീണ്ടും വീണ്ടും ജനന മരണങ്ങളുടെ ആ ഒരു കെണിയിൽപ്പെടുന്ന ആ ഒരു സമുദ്രമായതുകൊണ്ടാണ് അതിനെ ഭവമഹാ ദവാഗ്നി. ദവാഗ്നി രണ്ടാമത്തെ അർത്ഥമാണ്. അപ്പോൾ ഇത് മഹാ എന്ന് ഉദ്ദേശിക്കുന്ന കാരണം എന്താണ്? ഇത് വളരെ ഭയങ്കരമാണ്. ഈ ഒരു പ്രോസസ്സ് ഒരിക്കലും അവസാനിക്കത്താണ്. അപ്പൊ നമ്മൾ എപ്പോഴും മഹാ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുന്ന എന്തിനാണ്? ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സിന് വേണ്ടിയാണ്. അപ്പൊ ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് ഭയങ്കരം എന്ന് ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയാണ് മഹാ എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ഭവസാഗരം, റിപ്പീറ്റഡ് നമ്മുടെ ജനന മരണങ്ങളുടെ ആ ഒരു ശൃംഖല നമ്മൾ മുമ്പ് പറഞ്ഞു, 84 ലക്ഷം ജന്മങ്ങളിൽ വീണ്ടും വീണ്ടും കിടന്ന ആ ഒലിയുന്ന ഒരു പ്രോസസ്സ്, അതെന്താണ്? ഒരു ദവാഗ്നി പോലെ. ദാവാഗ്നി എന്താണ്? ദവ അഗ്നി എന്ന് പറഞ്ഞാൽ കാട്ടുതീ എന്നാണ്. ഈ കാട്ടുതീയുടെ പ്രത്യേകത സാധാരണ തീ പോലെയല്ല കാട്ടുതീ. കാട്ടുതീക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാട്ടുതീ വരുന്നതിന് യാതൊരു കാരണങ്ങളുമില്ല. എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോകാം. അപ്പോ നമുക്കറിയാം ജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ഒരു കാര്യമില്ലാതെ കാണാം, ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു. അങ്ങനെ ദേഷ്യപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ? അങ്ങനെ ആരും ദേഷ്യപ്പെടില്ല. ഒരു കാരണവും കാണത്തില്ല. ചില ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ഔട്ട് ഓഫ് മൂഡായിരിക്കും. അയാളോടോ അവളോടോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 18ാമത്തെ മറുപടിയെ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു സംഭവമാണ് ഈ നിത്യജീവിതത്തിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? ദവാഗ്നിയാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. കാട്ടുതീക്ക് ഞാൻ റഷ്യയിലായിരുന്നു, കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ഈ കാട്ടുതീ ഉണ്ടാവും. കാട്ടുതീ എങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭാഗം മുഴുവൻ വനമാണ്. ആ വനത്തിലെ അതിന്റെ അടിഭാഗം എന്താണ്? ഈ വാൽക്കനോസ്, അഗ്നിപർവ്വതങ്ങളാണ്. അത് നമ്മുടെ വളരെ ലോ ലെവലിലാണത്. അത് പെട്ടെന്ന് അഗ്നിപർവ്വതം പൊട്ടി ലാവയായിട്ട് ഒഴുകി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിപർവ്വതങ്ങളുടെ കോസ് അറിയാമല്ലോ എല്ലാവർക്കും. ഭൂമിക്കടിയിൽ തിളച്ച് മറിയുന്ന നമ്മുടെ ലോഹ കഷ്ണങ്ങളും ബാക്കി എല്ലാവരും ദ്രാവക രൂപത്തിലാകുമ്പോൾ അത് ഏതെങ്കിലും തീയായിട്ട് സമ്പർക്കത്തിൽ പെടുമ്പോഴാണ് അത് വെളിയിലേക്ക് വരുന്നതും ലാവയായി പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട് അഗ്നിപർവ്വതത്തിന്. അപ്പൊ ഇത് ഏതെങ്കിലും കാരണവശാൽ ഒന്നുകിൽ അന്തരീക്ഷത്തിലെ ചൂട് കൂടുക, ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും കാട്ടുതീയിട്ട് എന്തെങ്കിലും ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കുക, എങ്ങനെയാലും തീയുടെ ഒരു ചെറിയ സമ്പർക്കം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഇത് വളരെ ഭൂമിയുടെ മൃദുലമായ ഭാഗങ്ങളിലേക്ക് ഈ ലാവ ഇങ്ങനെ തുള്ളി വന്ന് നിൽക്കായിരിക്കും. പെട്ടെന്നായിരിക്കും ഈ ഭാഗത്തേക്ക് തീ അങ്ങോട്ട് കൊടുക്കുന്നത്. ഈ തീ എന്തെടുക്കും? ഭൂമിക്കടിയിലേക്ക് പോകും. അപ്പൊ ഭൂമിക്കടി മുഴുവനും എന്താണ്? ഇപ്പം തീ പടർന്ന് പിടിക്കുകയാണ്. അപ്പൊ ഈ തീ എവിടെയാണ്? വാസ്തവത്തില് ഭൂമിക്കടിയിലാണ്. ഇവിടെ കൊണ്ടുവന്ന് വെള്ളി വെള്ളം ഒഴിക്കുകയാണ് തീ കെടാൻ വേണ്ടി, കിടത്തില്ല. അത് പുകഞ്ഞ് നിൽക്കും. വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് തീ കത്തും. അപ്പൊ ഇങ്ങനെ കാട്ടുതീ വരുന്ന 2 പോയിന്റ്സ് ആണ്. ഒന്ന്, കാട്ടുതീ വരാൻ യാതൊരു കാരണവുമില്ല, എപ്പോ വേണമെങ്കിലും കാട്ടുതീ ഉണ്ടാകാം. ഇനി വന്നു കഴിഞ്ഞാൽ അത് പുകഞ്ഞ് നിൽക്കുകയും ചെയ്യും. നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ജീവിതത്തില് പ്രശ്നങ്ങൾ വരാൻ ഒരു ചെറിയ കാര്യം മതി. അതെങ്ങനെ വന്നെന്ന് പോലും അറിയില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യ നമ്മുടെ ഹൗസ് വൈഫാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഭർത്താവ് ഒരു സ്കൂൾ ടീച്ചറാണ്. ഈ സ്കൂൾ ടീച്ചർ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഒരു ദിവസം വൈകിട്ടാണ് വന്നത്, സ്കൂട്ടറിലാണ് വരുന്നത്. അപ്പോ വൈകി വന്നപ്പോ ഭാര്യയ്ക്കറിയാമല്ലോ ഭാര്യയുടെ മോന്ത എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പൊ വളരെ സന്തോഷമായിട്ട് നോക്കി. ഭാര്യ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഇന്ന് സുമതി ടീച്ചറിന്റെ പിറന്നാളായിരുന്നു, അത് ഭയങ്കര പാർട്ടിയായിരുന്നു, അതായിരുന്നു മറ്റേതായിരുന്നു. ഭാര്യയ്ക്ക് അത്ര സന്തോഷമായില്ല. കാരണം മറ്റു പെണ്ണുങ്ങളെ പൂർത്തി പകർന്നത് ഒരു ഭാര്യമാർക്കും സഹിക്കത്തില്ല. അപ്പോ അത് കേട്ട ചിങ്ങനെ നിന്നപ്പോഴാ പറയാ,
എന്നാലും സുമതി ടീച്ചറിന്റെ മൂക്കുത്തി ഇന്ന് ഭയങ്കര സുന്ദരമായിരുന്നു. എന്തോ ഭംഗിയായിരുന്നു അറിയാം കാണാൻ. ഓ കഴിഞ്ഞു, ഈ സംഭവം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പിന്നെയും ഭർത്താവ് ഒരു ദിവസം ലേറ്റ് ആയിട്ട് വന്നു. അന്ന് ലേറ്റ് ആയിട്ട് വന്നപ്പം ചെറിയ മഴയുണ്ട്, സന്ധ്യ സമയമാണ്. മുറ്റത്തൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ബക്കറ്റ്. സ്കൂട്ടർ ഈ ബക്കറ്റിൽ തട്ടി, ബക്കറ്റ് തട്ടി പൊട്ടിപ്പോയി. ഭാര്യ ചാടി ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്. അല്ല, ആദ്യം ഭർത്താവാണ് ചൂടാകുന്നത്. ഭർത്താവ് ചോദിക്കുക, ഈ ബക്കറ്റ് ഇവിടാന്ന് വെക്കേണ്ടത്, ഇത് വെക്കാൻ പറയാൻ സ്ഥലമൊന്നുമില്ല, കണ്ടില്ലേ, പൊട്ടിപ്പോയി കണ്ടില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് ആദ്യം ദേഷ്യപ്പെട്ടു. അപ്പൊ ഭാര്യ ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു ബക്കറ്റ് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ല, ഇത്രയും ചെറിയ സുമതി ടീച്ചറിന്റെ മൂക്കുത്തി കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ട്. അപ്പോ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണത്. ഇത് എടുത്തുകൊണ്ട് വന്നത് എപ്പോഴാണ്? 6 മാസങ്ങൾക്ക് ശേഷം. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, പെട്ടെന്നായിരിക്കും കാരണം വരുന്നത്. ഇത് തന്നെയാണ് ദവാഗ്നി. അപ്പൊ ജീവിതത്തില് എപ്രകാരമാണോ അപ്രതീക്ഷിതമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത്, അതുപോലെ തന്നെയാണ് ദവാഗ്നി. അതിനെ എന്താണ് എക്സ്റ്റിങ്യൂഷ് ചെയ്യാൻ, അതിനെന്താണ് മഹാദവാഗ്നി നിർവാപണം. അതിനെ നിർവാപണം ചെയ്യാനുള്ള ശക്തിയുണ്ട് ആർക്ക്? ഹരിനാമത്തിന്. അതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്? നമ്മുടെ ഹൃദയമാകുന്ന ദർപ്പണം ക്ലീൻ ചെയ്യാനുള്ള ശക്തിയുണ്ട് ഹരിനാമത്തിന്. സെക്കൻഡ് പോയിന്റ് പറയാണ്, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള മഹാദവാഗ്നി, ആ ദവാഗ്നി അപ്രതീക്ഷിതമായിട്ട് വരികയാണെങ്കിലും പ്രതീക്ഷിതമായിട്ട് വന്നാലും അതിനെ കെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെ നിർവാപണം ചെയ്യാനുള്ള ശക്തി ഹരിനാമത്തിനുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത് പറയുകയാണ് ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. ഇനി എന്താണ്? ഈ മഹാമന്ത്രം ജപിച്ചാൽ അല്ലെങ്കിൽ ഹരിനാമം ജപിച്ചാലുള്ള ഗുണം പറയുകയാണ്. ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. അതായത് ശ്രേയസ് നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള, ശ്രേയസ് ആയിട്ടുള്ളത്. പിന്നെന്താണ്? കൈരവ, അത് ഉദ്ദേശിക്കുന്ന വെള്ളത്താമരയാണ്. അത് ചന്ദ്രികാ വിതരണം. എപ്രകാരമാണോ വെള്ളത്താമര രാത്രി സമയത്ത്, കാരണം പകലാണ് ചുവന്ന താമര വിരിയുന്നത്. ഇവിടെ വെള്ളത്താമരയോട് ഉപമിക്കാൻ കാരണം ഹൃദയത്തിനെ അല്ലെങ്കിൽ മനസ്സിനെ. ചുവന്ന താമരയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ റോസ് ഡോട്ടുകളുണ്ട്. എന്നാൽ വെള്ളത്താമരയ്ക്ക് ഒരു ചെറിയ ഡോട്ട് പോലും ഇല്ല, സ്പോട്ട്ലെസ് ആണ്. അത്രയ്ക്കും പവിത്രമാക്കി മനസ്സെന്നാണ് നമ്മൾ അതിനകത്ത് നിന്ന് കവി ഉദ്ദേശിക്കുന്നത്, അഥവാ ചൈതന്യ മഹാപ്രഭു ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെള്ളത്താമരയിൽ എപ്രകാരമാണോ ഹരിനാമമാകുന്ന ചന്ദ്രിക, ഹരിനാമം ചന്ദ്രികയായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഹരിനാമമാകുന്ന ചന്ദ്രിക ആകുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന വെള്ളത്താമര വിരിയും. എപ്പോ? ഹരിനാമം ജപിക്കുമ്പോൾ. അപ്പൊ ഹരിനാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിച്ചു, ഹരിനാമമാണ് ചന്ദ്രിക. അപ്പൊ ചന്ദ്രിക ഉദിച്ചു കഴിയുമ്പോ എന്താണ്? വെള്ളത്താമരകൾ വിരിയും. എപ്രകാരമാണോ വെള്ളത്താമര വിരിയുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയം എപ്രകാരം കൈരവ ചന്ദ്രികാ വിതരണം. നമ്മുടെ ഹൃദയമാകുന്ന താമര വെള്ളത്താമരയാകുകയാണ്. അത് വെള്ളത്താമര പോലെ തിളങ്ങും, പരിശുദ്ധമാകും, പവിത്രമാകും, ശ്രേയസാകും, ഓസ്പീഷ്യസ് ആകും. എപ്പോ? ഹരിനാമം ജപിച്ചു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഹരേ കൃഷ്ണ. മനസ്സിലാവുന്നുണ്ട് പ്രഭു, മനസ്സിലാവുന്നുണ്ട് പ്രഭു. ഓക്കെ, ബോറാകുന്നില്ലല്ലോ? ഇല്ല, ഒട്ടുമില്ല, നല്ല രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു. അപ്പോ അതാണ് മൂന്നാമത്തെ പോയിന്റ്, ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. ചന്ദ്രിക വിതരണം ചെയ്യുമ്പോൾ അഥവാ ചന്ദ്രപ്രകാശം അടിക്കുമ്പോൾ എപ്രകാരമാണോ വെള്ളത്താമര വിരിയുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയം പവിത്രമാകും, ശ്രേയസാകും, പരിപൂർണമാകും. അത്രയ്ക്കും ഭംഗിയാകും നമ്മുടെ ഹൃദയം എപ്പോൾ? ഹരിനാമം ജപിച്ച്. അതാണ് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പറയാനായിട്ടുണ്ട്. സമയമുണ്ടോ? ഓക്കെ. നമുക്കറിയാം ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, കാർപ്പണ്യദോഷോ ഉപഗത സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമ്മൂഢചേതഃ യശ്രേയസാന്യശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സ്യാദിമാം ത്വാം പ്രപന്നം. ഇവിടെ അർജുനൻ പറയുകയാണ്, ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ച് എന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശിച്ചു തന്നാലും. എനിക്ക് ശ്രേയസായിട്ട്, ഇവിടെ ശ്രേയസ് എന്നൊരു വാക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ശ്ലോകം കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. നമുക്ക് ശ്രേയസായിട്ടുള്ള എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഓസ്പീഷ്യസ് ആയിട്ടുള്ള എന്താണ്? ഹരിനാമം ജപിക്കുക.
ബാക്കിയെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഹരിനാമം ജപിക്കുന്നില്ലെങ്കിൽ അവനെ കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേയസ്സായ കാര്യം ഏതാണ്? ഹരിനാമം ജപിക്കുക. ആ ഹരിനാമം ഇപ്പോ ഒരു ചിത്രകാരൻ, അവൻ ചിത്രം വരയ്ക്കുന്നുണ്ട്. അവൻ എന്താണ് സിനിമാ നടികളുടെയും രാഷ്ട്രീയക്കാരുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ചിത്രം വരയ്ക്കും ഭംഗിയായിട്ട്. പക്ഷെ അവന്റെ ചിത്രരചന കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം എന്താണ്? അവൻ ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നത്. ഒരു കുട്ടി നല്ലതായിട്ട് പാട്ട് പാടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും, ക്ലാസിക്കൽ പാടും, അത് പാടും, ഇത് പാടും, മറ്റേത് പാടും, മറിച്ചേ പാടും. പക്ഷേ അവൻ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്നില്ലെങ്കിൽ അവന്റെ കീർത്തനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്നാൽ ഏതൊരു വ്യക്തിയാണോ ഒന്നും അറിയില്ല, ഹരിനാമം മാത്രമേ ജപിക്കുന്നുള്ളൂ, ഹീസ് കംപ്ലീറ്റ്. മനസ്സിലായല്ലോ സംഭവം? അപ്പൊ നമുക്ക് ജീവിതത്തിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം ഏതാണ്? ഹരിനാമം. അങ്ങനെ ശ്രേയസ്സായ ഹരിനാമം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം വെള്ളത്താമര പോലെ വിളങ്ങും, തിളങ്ങും, ശുദ്ധമാകും, പരിശുദ്ധമാകും, പവിത്രമാകും എന്നർത്ഥം. ഓക്കെ, 3 പോയിന്റ് ക്ലിയർ ആണല്ലോ? മുന്നോട്ട് പോവല്ലോ. 4-ാമത്തെ, വിദ്യാവധു ജീവനം. അങ്ങനെ ജപിക്കുന്ന ഒരാളിന്റെ ജീവിതത്തിൽ വിദ്യ വധുവായി വരും അവന്റെ ജീവിതത്തിലേക്ക്. അപ്പൊ ഒരാള് വധുവായി വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ത്? എല്ലാവരുടെയും ജീവിതത്തിൽ വധു വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവനം സന്തോഷമാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. പലരും പറയാറുണ്ട് കല്യാണം കഴിക്കണ്ടായിരുന്നു, കല്യാണം കഴിച്ചുകൊണ്ടാണ് ഈ കുഴപ്പമെന്ന്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യത്തോട് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കണോ യോജിക്കണ്ട എന്ന സംഭവം 2-ാമത്തെയാണ്. പക്ഷേ ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ നീ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ, പക്ഷേ ഹരിനാമമാണ് ജപിക്കുന്നെങ്കിൽ എന്താണ്? ഹരിനാമം എന്ന് പറയുന്ന സംഭവം ജപിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിദ്യയാകുന്ന വധുവാണ് വരുന്നത്. എന്താണ് വിദ്യയുടെ പ്രത്യേകത? സാധാരണ അറിവല്ല, പിന്നെന്താണ്? ട്രാൻസെൻഡന്റൽ നോളജ് ആണ്. ഇത് അതീന്ദ്രിയ ജ്ഞാനമാണ്, ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. മുമ്പേ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഒരു ചിത്രകാരന്റെ കാര്യം, ഒരു പാട്ടുകാരിയുടെ കാര്യം, ഒരു പാട്ടുകാരന്റെ കാര്യം. അവൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഭഗവാനെ കുറിച്ച് പാടുന്നില്ല, ഭഗവാനെ കുറിച്ച് വരയ്ക്കുന്നില്ലെങ്കിൽ അവന്റെ ചിത്രം, അവന്റെ സംഗീതം അപൂർണമാണ്. അതുപോലെ ഏതൊരു വ്യക്തിയാണോ ഒരുപാട് നോളജുകളൊക്കെ എടുത്തു, ഒരുപാട് അറിവുകളൊക്കെ എടുത്തു, ഭയങ്കരമായ ഡിഗ്രികളൊക്കെ ഉണ്ട്, പക്ഷെ അവന് ഭഗവാനെ കുറിച്ച് അറിയില്ല, അവന്റെ ജീവിതത്തിൽ ഭഗവാൻ എന്നൊരു സങ്കല്പമില്ല, വിശ്വാസമില്ല, ദൈവവിശ്വാസിയല്ല, ഹരിനാമം ജപിക്കുന്നില്ല, എങ്കിൽ അവന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം എന്താണ്? അവന്റെ അറിവ് ശൂന്യമാണ്. ഏറ്റവും മഹത്തായ അറിവ് എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. ആ ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്കൊരു പ്രയോജനമില്ല. എന്നാൽ ഹരിനാമം ജപിക്കുന്ന ആരാണോ അവൻ എന്തായി വരും? ജീവിതത്തിലേക്ക് വധുവായി വരികയാണ് അറിവ്. അപ്പൊ ആരാണ് ഭർത്താവ്? ഹരിനാമം. അപ്പൊ ഹരിനാമം എവിടെയാണോ ഉള്ളത് അതിന്റെ കൂട്ടത്തിൽ വിദ്യ ഉണ്ടായിരിക്കും, സരസ്വതി ദേവി ഉണ്ടായിരിക്കും, എല്ലാ തരത്തിലുള്ള അറിവുകളും ഉണ്ടായിരിക്കും. നീ ഹരിനാമം മാത്രം ജപിച്ചാൽ മതി. പിന്നെയും 15-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. യെസ്, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തക സ്മൃതി ജ്ഞാന അപോഹനം ച വേദൈശ്ച സർവൈര് അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിവേദ ചാഹം. സർവ്വജീവികളുടെ ഹൃദയത്തിൽ ഞാൻ വാഴുന്നു, സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളുടെയും അറിയേണ്ടത് എന്നെ തന്നെ, വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. അപ്പൊ നിനക്ക് വേണ്ട അറിവ്, നിന്റെ ബുദ്ധി, നിന്റെ ഓർമ്മ, നിന്റെ മറവി, ഇതെല്ലാം എവിടുന്നാ വരുന്നത്? എന്നിൽ നിന്നാണ് വരുന്നത്. ആ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, വിദ്യ നിന്നോടൊപ്പം ഉണ്ടാകും, എല്ലാ അറിവുകളും നിന്നോടൊപ്പം ഉണ്ടാകും. നിനക്ക് വേണ്ടാത്ത എല്ലാം മറന്നു വേണമെന്നൊക്കെ ഓർമ്മിക്കാൻ വരും. ഇതാണ് എന്താണ് അടുത്ത കാര്യം, വിദ്യ വധു ജീവനം. ഇനി മെറ്റീരിയൽ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം. ഒരാള് ഒരു പ്രായപൂർത്തി ഒരാള്, ആണായാലും പെണ്ണായാലും, അയാളുടെ അടുത്ത ജീവിതത്തിലേക്കുള്ള സ്റ്റെപ്പാണ് കല്യാണം കഴിപ്പിക്കണം. ഇവളെ അല്ലെങ്കിൽ ഇവനെ കല്യാണം കഴിപ്പിക്കണം എന്നൊരു വാശി വീട്ടുകാർക്കുണ്ട്. ഇവൻ കല്യാണം കഴിച്ചാലേ ശരിയാവും, ഇവനെ ഒന്ന് കുരുക്കണം, അങ്ങനെയാണ് സാധാരണ പറയുന്നത്. കാരണം എന്താണ്? നേരെ മര്യാദയ്ക്ക് നടന്ന കക്ഷിയാണ്, അവനെ നമുക്കൊന്ന് കുരുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിതത്തില് ഈ കുരുക്ക് വന്നു കഴിയുമ്പം എത്ര തലയും കുത്തി നടക്കുന്നവനായാലും അവൻ കൺട്രോൾ ആകും. അപ്പൊ എന്താണ്? ഒരു വധു വന്നു കഴിയുമ്പം ജീവിതത്തിലും വീട്ടിൽ വീടൊക്കെ അപ്പോഴത്തേക്ക് ആകപ്പാടെ മോടി പിടിപ്പിക്കും. അതുവരെ ഇല്ലാത്ത കാശൊക്കെ വാങ്ങിച്ച്, കടം വാങ്ങിച്ചാലും പെയിന്റ് ഒക്കെ അടിച്ച് വീടെല്ലാം ഭംഗിയാക്കും. അങ്ങനെ വീടും പരിസരവും എല്ലാം വൃത്തിയാകും. പുതിയ വീട് വെക്കേണ്ട ഒരു പുതിയ വീട് വെക്കും, പഴയ വീടാണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത് വളരെ ഭംഗിയാക്കും. എല്ലാ തരത്തിലും കല്യാണം എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറയുമ്പം ഒരു ഉത്സവമാണ്. അതോടുകൂടി വളരെ ഭംഗിയായിട്ട് ആ വീടും പരിസരങ്ങളെല്ലാം മാറി അവന്റെ ജീവിതവും വൃത്തിയാകും. ഇതാണ് മെറ്റീരിയൽ അതിന്റെ കൺസെപ്റ്റ്.
ഒരു വധു വരുന്നതോടുകൂടി ഒരാളുടെ ജീവിതത്തിലേക്ക് മാറ്റമുണ്ടാകും. ഇതുപോലെ ഹരിനാമം ജപിക്കുമ്പോൾ വിദ്യയാകുന്ന വധു അവന്റെ ഉള്ളിലേക്ക് വരികയും അവന്റെ ജീവിതത്തിൽ കംപ്ലീറ്റ് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ ഇവിടെ ഇരിക്കുന്ന, എനിക്കറിയില്ല എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന്, ഒരു 32 പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, എന്നെ ഉൾപ്പെടെ. എന്തായാലും അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. നിങ്ങൾ നാമം ജപിക്കുന്നതിന് മുമ്പുള്ള ജീവിത രീതിയാണോ ഇപ്പോഴുള്ളത്? അല്ലല്ലോ. ആരുടെ ആൻസർ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നില്ല, കാരണം സമയം എടുക്കും. കാരണം നാമം ജപിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, നമുക്ക് ജീവിത രീതി ഉണ്ടായിരുന്നു. അത് അപ്പാടെ മാറും. എന്ത്? വിദ്യ, വധു, ജീവനം. നമ്മുടെ ഹരിനാമം ജപിച്ചു തുടങ്ങുമ്പോൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതെല്ലാം ഭഗവാന്റെ ദാനമാണ്. എങ്ങനെയാണോ ഒരു വധു കയറി വരുമ്പോൾ അവൾ ആടയാഭരണങ്ങളും ബാക്കി പൈസയും സ്വന്തവും കാറും ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കട്ടിലും ഫ്രിഡ്ജും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാ കേൾക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൊണ്ട് വരുന്ന പോലെ തന്നെയാണ് ഒരാള് ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൂടും. വിദ്യാവധു ജീവനം. ക്ലിയർ ആണോ പോയിന്റ്? കേട്ടില്ല. ഓക്കെ, അടുത്ത അപ്പൊ 4 പോയിന്റ് വരായി. 5-ാമത്തെ ആനന്ദാംബുതി വർദ്ധനം. നമുക്ക് ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 പോയിന്റ് നമ്മുടെ ഓർമ്മയിലിരിക്കണം. ചേതോതർപ്പണ മാർജനം, ഭവമഹാദേവാഗ്നി നിർവാപണം, ക്ഷയ കൈരവ ചന്ദ്രികാ വിതരണം, വിദ്യാവധു ജീവനം. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ആനന്ദാംബുതി വർദ്ധനം, ആനന്ദത്തിന്റെ ആംബുതി എന്ന് ഉദ്ദേശിച്ച സാഗരം, ആനന്ദത്തിന്റെ സാഗരമാണ്. നമുക്കറിയാം സാഗരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിലെ തിരമാലകൾ ഒരിക്കലും അവസാനിക്കില്ല. ഒരു തരം തിരമാലകൾ വന്നു കഴിയും, കടൽ തീരത്ത് നിന്ന് കഴിഞ്ഞ് നമുക്ക് ബോറടിക്കത്തേയില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഓരോ സ്റ്റൈലിലും അന്ന് അടിച്ച് പതച്ച് പൊക്കോണ്ടിരിക്കും. കൊച്ചു പിള്ളേരെയും കൊണ്ട് കടൽ തീരത്ത് പോയാൽ അവർ വരുത്തേയില്ല. ഇനി ഒരു തിരയുടെ കണ്ടിട്ട് പോകാന്ന് പറയും, ഇനി ഒരു തിരയുടെ കണ്ടിട്ട് പോകാന്ന്. കാരണം എന്താണ്? ഈ തിര പോലെയല്ല അടുത്ത തിര, ഈ തിര പോലെയല്ല അടുത്ത തിര. എന്താണ്? എല്ലാം മനോഹരമാണ്. ഇതുപോലെയാണ് ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ആനന്ദമാകുന്ന സാഗരം, അതിലെ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജയസാക്ഷി പ്രഭുവിന്റെ ഉദാഹരണമാണ്. നമ്മുടെ വീട്ടില് ഒരു ഹരിനാമം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സത്സംഗം നടക്കുകയാണ്. ആൾക്കാരും ഒന്നും വന്നിട്ടില്ല, ഒരു 4-5 പേരെ വന്നിട്ടുള്ളൂ. അവരെല്ലാം കൂടെ കൂടിയിരുന്ന് പതുക്കെ ഹരേ കൃഷ്ണ ഇങ്ങനെ പാടുന്നുണ്ട്. ആർക്കും ഏറ്റുപാടാനും വയ്യ, ഒന്നും വയ്യ. പതുക്കെ ഇരുന്ന് കർത്താൾ കൊട്ടുന്നുണ്ട്. വളരെ ഉറക്കം തൂങ്ങിയ രീതിയിലാണ് ഈ കീർത്തനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത സത്സംഗത്തിൽ നിന്ന് ഒരു 25-30 പേര് ഒരുമിച്ച്, അവരുടെ കയ്യിൽ മൃദംഗമുണ്ട്, കർത്താളുണ്ട്, ഹാർമോണിയമുണ്ട്. അവർ തുള്ളിച്ചാടി അലങ്കരിച്ചാണ് വരുന്നത്. ഭയങ്കരമായ നഗര സങ്കീർത്തനം പോലെ വരുന്ന കയറുമ്പോൾ ഈ 5 പേരുടെ ഉള്ളിൽ എന്തായിരിക്കും? ഓ, വന്ന് കേറിയല്ലോ, എങ്ങനെയാണെന്നാ വിചാരിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഈ 5 പേരും കൂടെ അവരുടെ കൂട്ടത്തിൽ കൂടും, ഈ 25 പേരുടെ കൂടെ കൂടും. ആ 30 പേരും കൂടെ പിന്നെന്താണ്? ഭയങ്കരമായ സങ്കീർത്തനമാണ്. അപ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. എന്ത്? മുമ്പേ തുടങ്ങിയ കീർത്തനത്തിന്റെ സ്റ്റൈലില്ല, അപ്പൊ പിന്നെ ഹരേകൃഷ്ണയുടെ സ്റ്റൈല് മാറും, കീർത്തനത്തിന് താളം മാറും, കാലുകളിൽ എവിടെങ്ങും നിൽക്കുന്നില്ല, നൃത്തം കൊണ്ട് ആനന്ദ നൃത്തമാടും. ഇതാണ് ഹരിനാമം ജപിച്ചാലുള്ള അടുത്ത ഗുണം. എന്താണ്? ആനന്ദാംബുതി വർദ്ധനം. നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്നൊന്നും അറിയാതെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും, പല ആനന്ദമായിട്ട് സന്തോഷിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ കൈകോർത്ത് കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കഥകൾ ഒരുപാട് പറയാനുണ്ട്, നമുക്ക് സമയമില്ല, ഉടലേക്ക് പോകുന്നില്ല. അപ്പൊ ആരാണോ ഹരിനാമം ജപിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരറിയാത്തൊരു സന്തോഷം, അവരറിയാത്തൊരു ആനന്ദം. ഇവിടെ സന്തോഷം, ആനന്ദം ഇങ്ങനെയുള്ള വസ്തുക്കളും ജയസാക്ഷി പ്രഭുവിന് തന്നെ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ്. അതായത് സന്തോഷം, സുഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന സുഖമാണ്. എന്നാല് ശാന്തി, സമാധാനം എന്ന് പറയുന്നത് മനസ്സിന് കിട്ടുന്ന സന്തോഷമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആത്മാവിന് കിട്ടുന്ന സന്തോഷമാണ്. എന്നാൽ പരമാനന്ദം എന്ന് പറയുന്നത് അത് പരമാത്മാവായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന, പരമാത്മാവും ആത്മാവും തമ്മിലുള്ള സംഗമത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ്. അപ്പൊ സന്തോഷം, സുഖം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിന്, ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന സുഖത്തിനെയാണ് സന്തോഷം അഥവാ സുഖം എന്ന് പറയുന്നത്. മനസ്സിന് കിട്ടുന്ന സുഖത്തിനെയാണ് ശാന്തി അഥവാ സമാധാനം എന്ന് പറയുന്നത്.
എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് അത് ആത്മാവിന് കിട്ടുന്ന സന്തോഷമാണ്. എന്നാൽ പരമാനന്ദം എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും സംഗമിച്ച് കഴിയുമ്പോൾ, നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ, 5 പേര് നാമം ജപിക്കുകയായിരുന്നു, അതിനകത്തൊരു 25 പേരൂടെ വന്നു കഴിയുമ്പോൾ കീർത്തനത്തിന്റെ സ്റ്റൈല് മാറി. എപ്രകാരമാണോ നമ്മളെ തന്നെ അറിയാതെ നമ്മൾ ആനന്ദ നൃത്തമാടുന്ന, അതാണ് പരമാനന്ദം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം ആനന്ദാംബുതി വർദ്ധനം. പിന്നെന്താണ്? പ്രതിപദം പൂർണ്ണ അമൃതസ്വാദനം. പ്രതിപദം, അവന്റെ ഹരിനാമം ജപിക്കുന്ന ഏതൊരു വ്യക്തിയാണോ അയാളുടെ പ്രതിപദം, ഓരോ പദത്തിലും ഓരോ അടിയിലും ഓരോ ചുവടുവെപ്പിലും പ്രതിപദം പൂർണ്ണ അമൃത ആസ്വാദനം. നമുക്കറിയാം, അമൃതം എന്ന് പറയുന്ന ഒരു ശകലം കഴിച്ചിട്ട് മതി എല്ലാ കാര്യവും ശരിയാകും. അത് പൂർണ്ണ കുംഭത്തിലാണ് നമ്മൾ കഴിക്കുന്നെങ്കിലോ, അപ്പൊ പൂർണ്ണമായിട്ടുള്ള അമൃത് ആസ്വാദനം, ആസ്വദിക്കുക, കഴിക്കുക. എപ്രകാരമാണോ ഒരു വ്യക്തി പൂർണ്ണമായ അമൃത് സേവിച്ചാൽ കിട്ടുന്ന സന്തോഷം. നമുക്കറിയാം പാലാഴി മധുരത്തിന്റെ കഥ. പാലാഴി മധുരത്തിൽ കഴിക്കാൻ പോയപ്പോ എന്താണ്, അവസാനം അമൃത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അസുരന്മാർ ഓടിപ്പോകുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കാനായിട്ട് മഹാവിഷ്ണു പിന്നെ മോഹിനി വേഷം ധരിക്കുന്നുണ്ട്. ഈ കഥയൊക്കെ നമുക്കറിയാം. എന്താണ് അമൃതിന്റെ ഇത്ര പ്രത്യേകത? കാരണം എന്താണ്? അത് ശാശ്വതമാണ്. അപ്പോ എപ്രകാരമാണോ ശാശ്വതമായ അമൃത് ലഭിക്കുന്നത്, അതുപോലെയാണ് ഒരാൾക്ക് ഹരിനാമം കിട്ടിയാൽ അത് ശാശ്വതമാണ്. അത് ഒരിക്കലും മാഞ്ഞു പോവില്ല. കാരണം അമൃത് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കില്ലെന്നറിയാലോ, അമരത്വമാണ് നേടാൻ പോകുന്നത്. ഇവിടെ ഹരിനാമം ജപിച്ചു കഴിഞ്ഞാല് ഒരാൾക്ക് ശാശ്വതമായ ജീവിതമാണ് കിട്ടുന്നത്. അപ്പൊ ചോദിക്കും, മരിച്ചു പോകത്തില്ലയോ എന്ന്. ഈ മരണം ഒരു മരണമായിട്ട് അവന് തോന്നുകയില്ല. കാരണം നമുക്കൊരു എക്സാമ്പിൾ അറിയാം, പ്രഭുപാദിന്റെ എക്സാമ്പിളാണ് പൂച്ചയുടെ വായിലകപ്പെട്ട പൂച്ചക്കുട്ടി, പൂച്ചയുടെ വായിലകപ്പെട്ട എലിക്കുട്ടി. എന്നോട് പറയാം, പൂച്ചയുടെ വായിലകപ്പെട്ട പൂച്ചക്കുട്ടി, പൂച്ചയുടെ വായിലകപ്പെട്ട എലിക്കുട്ടി. രണ്ടിന്റെയും മാനസികാവസ്ഥ ആലോചിക്കാം. പൂച്ചയുടെ വായിലകപ്പെട്ട പൂച്ചക്കുട്ടിക്ക് എന്താ തോന്നുക? ഇതെന്റെ അമ്മയാണ്. നമ്മൾ കണ്ടില്ലേ, പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് തള്ളപ്പൂച്ച കടിച്ചെടുത്തോണ്ട് പോകും. അപ്പം ആ പൂച്ചയ്ക്ക് തോന്നുന്നത്, പൂച്ചക്കുട്ടിക്ക് തോന്നുന്നത്, ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ്, എന്നെ എൻ്റെ അമ്മ മറ്റു ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നെ മറ്റെവിടെയോ സ്ഥലത്ത് കൊണ്ടുപോവാണ്, കുറെ കൂടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുവെക്കും. എന്നാല് പൂച്ചയുടെ വായിലകപ്പെട്ട എലിക്കുഞ്ഞോ, എലിക്ക് മനസ്സിലാകും അതേ പല്ലും അതേ വായും അതേ കാര്യങ്ങളും അതേ പൂച്ചയൊക്കെ തന്നെ അടുപ്പിടിച്ചിരിക്കുന്ന എലിയെ. പക്ഷെ എലിക്ക് തോന്നുന്നത് എന്താണ്? എന്റെ ഇടപാട് കഴിഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു, തീർന്നു. ഇവിടെയാണ് ഭക്തന്മാരും ഭക്തിയില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, മരണത്തെ കാണുന്നത്. മരണം എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മരണത്തെ കാണുന്നത് എപ്രകാരമാണ്? പൂച്ചയുടെ വായിലകപ്പെട്ട എലിക്കുട്ടിയെ പോലാണ് ഭക്തിയില്ലാത്തവർ കാണുന്നത്. കാരണം എന്താണ്? എന്റെ ഇടപാട് കഴിഞ്ഞു, ഇതോടുകൂടി തീർന്നു എന്നൊരു ഭയത്തോടു കൂടിയാണ്. പൂച്ചയുടെ വായിലകപ്പെട്ട എലിക്കുട്ടിക്ക് എന്തായിരിക്കും? എലിക്കുഞ്ഞിന് എന്തായിരിക്കും? ഭയങ്കര ഭയവും പ്രാണവേദനയും ഒക്കെ ആയിരിക്കും. എങ്ങനെയും ഇതിന് രക്ഷിക്കണേന്ന് പറയും ആ എലിക്കുഞ്ഞ് ആ പൂച്ചയുടെ വായിലകപ്പെട്ടിട്ട്. ഇതേ അവസ്ഥയാണ് ഭക്തി ഇല്ലാത്തവർക്ക് മരണം എന്ന് പറയുന്ന കൺസെപ്റ്റ്. മരണം അവർക്ക് ഭയങ്കരമാണ്. മരണ ഭയം, ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. അവർക്ക് ഭയമാണ്. എന്നാൽ ഭക്തന്മാർക്ക് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം, ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഈ ലോകത്താണെങ്കിൽ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ചിലപ്പോൾ വൈകുണ്ഠത്തിലായിരിക്കും, അല്ലെങ്കിൽ കൃഷ്ണന്റെ ലോകത്തിലായിരിക്കും. എപ്രകാരമാണോ ഒരു പൂച്ചക്കുട്ടി ഒരു പൂച്ചക്കുട്ടിയെ അതിന്റെ തള്ളപ്പൂച്ച കടിച്ചെടുത്തുകൊണ്ട് പോയി അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുവെക്കുന്ന അതേ ഒരു പ്രോസസ്സാണ് നടന്നത് മരണം എന്ന് പറയുന്നത് ഭക്തന്മാർക്ക്. അപ്പൊ ഭക്തന്മാര് മരണത്തെ കാണുന്നത് എങ്ങനെയാണ്? എന്റെ തള്ളപ്പൂച്ച ആരാണ്? ഭഗവാൻ. എന്നെ സുരക്ഷിതമാണ്, ഞാൻ ഭഗവാന്റെ കയ്യിൽ സുരക്ഷിതമാണ് എപ്പോഴും. ഐ എം ഓൾവേസ് സേഫ്. ഞാൻ ഭഗവാന്റെ കയ്യിൽ എപ്പോഴോ സുരക്ഷിതനാണ്, അതായത് സുരക്ഷിതയാണ്. എന്നെ ഭഗവാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുവെക്കുന്നു. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഒരു ഭയവും വേണ്ട. ഇങ്ങനെ യാതൊരു ഭയവുമില്ല ആർക്ക്? ഭക്തന്മാർക്ക്. അതുകൊണ്ടാണ് പറയുന്നത് പ്രതിപദം പൂർണ്ണാമൃത സ്വാദനം സർവാത്മസനാപനം. ലാസ്റ്റ് പോയിന്റ്, അതായത് എല്ലാ ഈ ആത്മാക്കളെയും സ്നാപനം ചെയ്യുക അല്ലെങ്കിൽ കുളിപ്പിച്ചെടുക്കുക എന്ന് പറയും. നമുക്കറിയാം 3 തരത്തിലുള്ള കുളിയാണുള്ളത്. ഒന്ന് പൂർണ്ണ സ്നാനം, മറ്റൊന്ന് പഞ്ചസ്നാനം, മറ്റൊന്ന് ആത്മസ്നാനം. ഇങ്ങനെ 3 തരത്തിലുള്ള കുളിയെ കുറിച്ചാണ് പറയുന്നത്.
പൂർണ്ണ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നദിയിലോ കുളത്തിലോ പോയി നമ്മുടെ ശരീരം മൊത്തം മുക്കി കുളിപ്പിക്കുക, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഫുള്ളായിട്ട് കുളിക്കുന്നതാണ് പൂർണ്ണ സ്നാനം. പഞ്ചസ്നാനം എന്ന് പറഞ്ഞാൽ സമയം തീരെയില്ല, 2 കാലും 2 കൈയും മുഖവും കഴുകി കഴിഞ്ഞാൽ പഞ്ചസ്നാനമായി കഴിയും. എന്നാൽ ആത്മസ്നാനം അതല്ല. 2 തരത്തിൽ പറയാം ആത്മസ്നാനം. ഒന്ന്, രോഗിയായിട്ട് കിടക്കുകയാണ്, ഭക്തനാണ്, കുളിക്കാൻ യാതൊരു നിവൃത്തിയില്ല, അപ്പൊ അവൻ എന്ത് ചെയ്യും? ആത്മപൂജ ചെയ്യും. ആത്മപൂജ ചെയ്യുമ്പോൾ എന്താണ്? അവൻ മനസ്സുകൊണ്ട് ധ്യാനിക്കും, ഞാൻ കുളത്തിൽ പോയി അല്ലെങ്കിൽ നദിയിൽ പോയി കുളിച്ചു ഒരുങ്ങി വന്നു, ഞാൻ പൂജാമുറി തുറന്നു, അങ്ങനെയുള്ള ഒരു ആത്മപൂജ ഉണ്ടല്ലോ. അങ്ങനെ നടത്തുന്ന ആ കുളിയാണ് ആത്മസ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാല് ഇവിടെ പറയാണ്, 7ാമത്തെ പോയിന്റ് പറയാണ്, സർവ ആത്മസ്നാനം. ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള സ്നാനമാണ് നീ നടത്താൻ പോകുന്നത്. കാരണം എന്താണ്? ഇതിനപ്പുറം ഒരു സ്നാനമില്ല. നിന്റെ സർവ്വ പാപങ്ങളും മാറി നീ പരിശുദ്ധനായി കഴിഞ്ഞു, നീ പൂർണ്ണനായി കഴിഞ്ഞു എന്നുള്ളതാണ് ആ ലാസ്റ്റ് പോയിന്റ്. നമുക്കൊന്നുകൂടെ പറയാം. അതുകൊണ്ടാണ് പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ദാറ്റ്സ് 8th പോയിന്റ്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. നമ്മൾ ഇത്രയും പറഞ്ഞ 7 പോയിന്റ്സിന്റെ ചോദ്യം എന്താണ്? പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്തുകൊണ്ട്? അതായിരുന്നു ചോദ്യം. അപ്പൊ എന്തുകൊണ്ടാണ് പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം? ആദ്യത്തെ ചേതോദർപ്പണ മാർജനം, 2 ഭവമഹാദേവാഗ്നി നിർവാപണം. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ദാവ അഗ്നികളെയും കാട്ടുതീയെയും ഇല്ലാതാക്കി അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. 3ാമത്തെ ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം. നമ്മുടെ ഹൃദയമാകുന്ന വെള്ളത്താമര ചന്ദ്രികയാകുന്ന ഹരിനാമം കൊണ്ട് അതിനെ വിടത്തി വളരെ ശ്രേയസ്സാകും, ഓസ്പീഷ്യസ് ആക്കും. അടുത്ത 4ാമത്തെ പോയിന്റ് വിദ്യാവധു ജീവനം. ഒരാളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണോ ഒരു വധു വന്ന് കയറി ജീവിതം മാറ്റിമറിക്കുന്നത്, അതുപോലെ ഇവിടെ ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലേക്ക് വിദ്യയാകുന്ന വധു അവന് കയറി വരികയും ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുകയും ചെയ്യും. അടുത്ത 5ാമത്തെ പോയിന്റ് ആനന്ദാംബുതി വർദ്ധനം. അവന്റെ ജീവിതത്തിൽ സാഗരത്തിലെ പ്രകാരമാണോ തിരകൾ വരുന്നത് അതുപോലെ സന്തോഷം ഉണ്ടാകും. 6 പ്രതിപദം പൂർണ്ണ അമൃതസ്വാദനം. ഓരോ ചുവടിലും ഓരോ സ്റ്റെപ്പിലും ഓരോ ചുവടുവെപ്പിലും പൂർണ്ണ അമൃതസ്വാദനം. ഇതിന് യാതൊരുവിധ ശോഷണവുമില്ല. ഇത് അമൃതം കഴിച്ച പോലെ ശാശ്വതമാണ് ഒരാളുടെ ജീവിതം. പിന്നെന്താണ്? സർവ ആത്മസ്നാപനം, 7ാമത്തെ പോയിന്റ്. അതായത് ഒരാള് എപ്രകാരമാണോ ആത്മസ്നാനം നടത്തുക, എല്ലാ തരത്തിലുള്ള അവന്റെ ജീവിതത്തിലുള്ള സർവ്വ കൽമഷങ്ങളും മാറി എല്ലാ അനർത്ഥങ്ങളും മാറി അർത്ഥങ്ങൾ മാത്രം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. വാഞ്ചാകൽപേരുപേക്ഷ കൃപാസന്ധൂപി ഏവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ ഹോ. ഹരി ഓം തത്സത്.